നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായ ശേഷം കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ അച്ഛന് കുത്തേറ്റു. വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ചാണ് കുത്തേറ്റത്. കേസിൽ പ്രത്യേക പോക്സോ കോടതി വെറുതെ വിട്ട പ്രതി അർജുന്റെ ബന്ധു പാൽരാജാണ് കുത്തിയത്. പുറത്തും വയറിലും കാലിലുമാണ് കുത്തേറ്റത്. പെൺകുട്ടിയുടെ പിതാവിനെ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സത്രം ജംഗ്ഷനിൽ രാവിലെ 11-നാണ് സംഭവം. കുട്ടിയുടെ പിതാവും മുത്തച്ഛനും കൂടി ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോഴാണ് ആക്രമണമുണ്ടായത്. ഇരുവരും തമ്മിൽ നടന്ന വാക്കേറ്റത്തിനൊടുവിൽ ഇയാൾ കത്തി വീശുകയായിരുന്നു എന്നാണ് വിവരം. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ തെളിവുകളും അഭാവത്തിലാണ് പ്രതി അർജുനെ കോടതി വെറുതെ വിട്ടത്. 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ 6 വയസ്സുകാരിയെ കഴുത്തിൽ ഷോൾ കുരുക്കി കൊല ചെയ്തത്. കുട്ടി പീഡനത്തിന് ഇരയായെന്ന് മെഡിക്കൽ പരിശോധനയിൽ വ്യക്തമായി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനാണ് കൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയത്. അർജുനെതിരെ പോലീസ് ചുമത്തിയ ബലാത്സംഗം, കൊലപാതകം ഉൾപ്പെടെ ഒരു കുറ്റവും പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിക്കാനായില്ല. അതിനിടെ പ്രതിയെ വിചാരണ കോടതി വെറുതെ വിട്ട വിധിക്കെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ ഹർജി ഹൈക്കോടതി സ്വീകരിച്ചിരുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് സർക്കാരിന്റെ അപ്പീൽ സ്വീകരിച്ചത്. കേസിൽ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയ അർജുന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഹർജി ഈ മാസം 29-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. തെളിവുകളുടെ അഭാവത്തിലായിരുന്നു കട്ടപ്പന വിചാരണ കോടതി പ്രതിയെ വെറുതെ വിട്ടത്. എന്നാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ വിശകലനം ചെയ്യുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടെന്നാണ് സർക്കാർ അപ്പീലിൽ വ്യക്തമാക്കുന്നത്. സുപ്രധാനമായ വാദങ്ങളാണ് സർക്കാർ അപ്പീലിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് കേസിലെ പ്രധാനപ്പെട്ട 8 സാക്ഷിമൊഴികൾ കോടതി പരിഗണിച്ചില്ല എന്നതാണ്. വിചാരണ കോടതി ഫോറൻസിക് റിപ്പോർട്ട് അവഗണിച്ചു. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച ബെഡ്ഷീറ്റിൽ പ്രതിയായ അർജുന്റെ തലമുടി ഉണ്ടായിരുന്നുവെങ്കിലും അത് പരിഗണിച്ചില്ലെന്നും സർക്കാർ അപ്പീലിൽ പറയുന്നു. കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് നീതിക്കായുള്ള സമൂഹത്തിന്റെ നിലവിളി പരിഗണിക്കുന്നതിൽ കട്ടപ്പന കോടതിക്ക് വീഴ്ച പറ്റിയെന്നും അപ്പീലിൽ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതിക്കെതിരായ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ടെന്നും സർക്കാർ വാദിക്കുന്നു. 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാറിലെ എസ്റ്റേറ്റ് ലയത്തിലെ മുറിയിൽ കെട്ടിത്തൂക്കിയ നിലയിൽ പെൺകുഞ്ഞിന്റെ ജഡം കണ്ടെത്തിയത്. പെൺകുട്ടിക്ക് 3 വയസ്സുള്ളപ്പോൾ മുതൽ മിഠായിയും ഭക്ഷണ സാധനങ്ങളും നൽകി പ്രതി ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളും ലഭിച്ചതായി പോലീസ് പറഞ്ഞിരുന്നു. 78 ദിവസത്തിനുള്ളിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രം സമർപ്പിച്ച് 2 വർഷത്തിന് ശേഷമാണ് വിധി വന്നത്. കട്ടപ്പന സ്പെഷ്യൽ കോടതി ജഡ്ജി വി മഞ്ജുവാണ് കേസിൽ വിധി പറഞ്ഞത്. കൊലപാതകവും ബലാത്സംഗവും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് വിലയിരുത്തിയാണ് കോടതി പ്രതിയെ കുറ്റവിമുക്തനാക്കിയത്. തെളിവ് ശേഖരിച്ചതിൽ വീഴ്ച ഉണ്ടായെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത സംശയകരമാണെന്നും കോടതി പറഞ്ഞിരുന്നു. പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു.